മാറേണ്ടത് മാറിയേ തീരൂ. CPI കടുത്ത നിലപാടിലേക്ക് പോവുകയാണ്. ബിനോയ് വിശ്വം ഒരു പൊതുസമ്മേളനത്തിൽ പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് തന്നെ വേണം. മനസ്സിലായല്ലോ എന്താണെന്ന്? തീർച്ചയായും. അതായത് ഇത്രയും കാലം CPIക്ക് കൊടുക്കാതിരുന്ന ഉപ പ്രതിപക്ഷ നേതാവ് സ്ഥാനം അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ഉപസ്ഥാനങ്ങൾ ഇപ്പോൾ എപ്പോഴും CPM തന്നെയായിരുന്നു ഇതെല്ലാം സ്വന്തം ഉൾക്കൈയിൽ കൊണ്ടു നടന്നത്. പക്ഷേ CPI ഇപ്പോൾ പുതിയ നിലപാടിലേക്ക് വന്നിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തങ്ങൾക്ക് തന്നെ വേണം. അത് നിങ്ങൾ രണ്ടും കൂടെ നിങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്ന രീതിയിലേക്കാണ്. അപ്പോൾ CPI അത് വാങ്ങിച്ചേ പോവുകയുള്ളൂ. രാവിലെ നമ്മൾ ഈ കാര്യം പലതവണ പല സമയങ്ങളിലായി ചർച്ച ചെയ്തതാണ്. അതായത് ഈ ഒരു തർക്കത്തിൻ്റെ ഒരു തീപ്പൊരി വീണ സമയം മുതൽ ഇത് കൊടുമ്പിരി കൊണ്ട സമയം വരെ നമ്മൾ ഈ ഒരു വിഷയവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊന്നും ഈ ഒരു CPIയുടെ ഭാഷ ഇത്ര കടുത്തതായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് ഈ ഒരു നിലപാട് ശക്തമാകുന്നത്. ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തങ്ങൾക്ക് തന്നെ അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു ശക്തമായ നിലപാടെടുക്കാൻ ഇത്രയേറെ വൈകേണ്ടി വന്നു CPIക്ക്. ഇപ്പോഴാണ് അതിൻ്റെ ആ ഒരു CPIയുടെ പ്രതിഷേധത്തിൻ്റെ ആ ഒരു ഗ്രാവിറ്റി കൂടിയത് ഇപ്പോഴാണെന്നാണ്, അല്ലെങ്കിൽ അത് ആ ഒരു ഗ്രാവിറ്റി വൈകിപ്പോയി. അതായത് ഈ ഒരു നിലപാട് കടുപ്പിക്കണമായിരുന്നു. ഇതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ കാലം തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. CPI ഇപ്പോൾ ചുരുങ്ങി നിലപാടില്ലാത്തൊരു പാർട്ടിയായിട്ട്, അല്ലെങ്കിൽ ഒന്നിലും കയറി ഇടപെടാൻ കഴിയാത്തൊരു പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആകെ CPIയുടെ പ്രതിഷേധം നമ്മൾ എപ്പോഴാണ് കണ്ടത്? ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ മാത്രമാണ് CPIയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു വിമർശനം സർക്കാരിനെതിരെ ഉണ്ടാക്കുകയും സർക്കാരിനെതിരെ പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ CPIയുടെ വിദ്യാർത്ഥി സംഘടനകളായിട്ടുള്ള AIYF-ഉം അതേപോലെ തന്നെ ASF-ഉം ഒക്കെ സമരത്തിൽ നടക്കുന്ന സാഹചര്യം കണ്ടത്. ഇത്രയും വർഷക്കാലമായിട്ട് നിലപാടുകളൊന്നും എടുക്കാൻ കഴിയാതെ ഞെരുങ്ങി ജീവിക്കുകയായിരുന്നു. പിണറായി വിജയൻ പറയുന്നിടത്ത് പിണറായി വിജയന്റെ അടിമയായിട്ട് അങ്ങനെ തന്നെ മാറുന്ന ഒരു കാലഘട്ടമായിരുന്നു CPIക്ക് ഉണ്ടായിരുന്നത്. CPIയുടെ ഉള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനാണ് പിണറായി വിജയന്റെ വാക്കുകൾ മാത്രം കേൾക്കാൻ പോകുന്നത്? അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ CPIയും CPM-ഉം എല്ലാ കാലത്തും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. രണ്ട് പാർട്ടിയും കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് തന്നെയാണ്. അപ്പോൾ എന്താണ്, CPIയിൽ നിന്നും പോകുന്നവരെ CPIയിലേക്കും CPIയിൽ നിന്നും പോകുന്നവരെ CPM-ലേക്കും എടുക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാ കാലത്തും ഉള്ളത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ CPM-ഓ CPI-യോ ഏതെങ്കിലും ഒരു പാർട്ടി ഇല്ലാതാവുകയാണ്. സംഭവിക്കാൻ പോകുന്നത് CPM-ൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആൾക്ക് പോകാൻ ഒരു സംവിധാനമില്ല. അവരെന്ത് ചെയ്യും? കോൺഗ്രസിലേക്കോ BJP-യിലേക്കോ മറ്റേതെങ്കിലും സംഘടനയിലേക്ക് പോകും. അങ്ങനെ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള മുഴുവൻ ബന്ധങ്ങളും വിച്ഛേദിക്കും. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഒന്നെങ്കിൽ CPM-ൽ നിന്നും CPI-യിലേക്ക് പോകും. ഇപ്പോൾ രണ്ടുപേരും രണ്ട് ചേരിയിലാണ് നിൽക്കുന്നത്. ഇലക്ഷൻ വരുമ്പോഴും മറ്റു കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും നല്ല യോജിപ്പോടെ പോകുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വലിയ പ്രതിഷേധങ്ങളുണ്ട്. ഇപ്പോൾ CPI ഏറ്റവും നല്ല സംഘടനാ സംവിധാനമുള്ള സ്ഥലമാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ പുനലൂർ എന്ന് പറയുന്ന സ്ഥലമൊക്കെ. അവിടെയും എന്താണ്, കഴിഞ്ഞ കാലങ്ങളായിട്ട് വലിയ സംഘർഷമാണ്. ഇപ്പോൾ AIF-ഉം അതേപോലെ തന്നെ SFI-യും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കളെ തെറി വിളിക്കുന്ന രീതിയിലോട്ടുള്ള സംഘർഷം, അത് പൊതുമധ്യത്ത് സമരവുമായിട്ട് ഇറങ്ങുന്നൊരു സാഹചര്യം, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരു സ്ഥലങ്ങളിൽ മാത്രമല്ല, പല സ്ഥലങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ CPM-ഉം CPI-ആയിട്ട് എന്നും സംഘർഷങ്ങളുടെ പല ചിത്രങ്ങളും നമുക്ക് അത് മാത്രമല്ല ഇപ്പോൾ സർവകലാശാലകളുടെ തിരഞ്ഞെടുപ്പിൽ ഈ ഒരു SFI ഒരു പാനൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ ASF എന്നുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് അവിടെ ഒരു വോയിസ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അവിടെ മറ്റൊരു പാനലിൽ ASF-ന് മത്സരിക്കാൻ റോൾ ഇല്ലാത്ത അവസ്ഥ. അതായത് CPM അത് വരുത്തി തീർത്തതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ASF-നെ ഇന്നേ വരെ ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ട് കാണാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാതൃസംഘടനയായിട്ട് പോലും, അല്ലെങ്കിൽ മാതൃസംഘടനയുടെ ഒരു സഖ്യകക്ഷിയായിട്ട് പോലും, അംശമായിട്ട് പോലും, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പോലും ഇന്നേ വരെ ASF-നെ കാണാൻ SFI തയ്യാറായിട്ടില്ല. നമ്മൾ കണ്ടല്ലോ ASF-ഉം SFI-യും തമ്മിലുള്ള ഒരു സംഘർഷത്തിൽ. അന്നാണ് ആർഷോ കൂടുതൽ ആളുകളിലേക്ക് അറിഞ്ഞത്. ഒരു വനിതാ നേതാവിനെ പരസ്യമായിട്ട് തല്ലിയിട്ട് നിനക്ക് കുട്ടി ഉണ്ടാക്കി തരൂ എന്ന് പറയുന്ന രീതിയിലേക്ക് അത് പോയി. എന്നിട്ട് ആ പെൺകുട്ടിയെ CPI-യിൽ ഏതെങ്കിലും നേതാക്കന്മാർ സംരക്ഷിച്ചോ? CPI അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിലപാടുകൾ എടുത്തോ? അത് ആ പരാതി പിൻവലിക്കാൻ വേണ്ടി ആ കുട്ടിയെ, ആ ഒരു പെൺകുട്ടി എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നതാണ്. ആ ഒരു
പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് കാനം രാജേന്ദ്രൻ ആയിരുന്നു CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ആലോചിച്ച് എന്ന് തോന്നുന്നു. നോക്കൂ. എന്താണെങ്കിലും ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അതൊരു മനുഷ്യനും ഉണ്ടാകണം, ഒരു സംഘടനയ്ക്കും ഉണ്ടാകണം. അങ്ങനെയാണ് സംഘടനയുടെ ആത്മാഭിമാനം എന്ന് പറയുന്നത് നിലപാടുകൾ കൊണ്ടാണ് എപ്പോഴും നിൽക്കേണ്ടത്. ആ നിലപാടുകൾക്ക് കോട്ടം വന്നു കഴിഞ്ഞാൽ സ്വന്തം ആത്മാഭിമാനം ഇല്ലാതായി എന്ന് വേണമെങ്കിൽ കരുതാം. അപ്പോൾ സ്വന്തം നിലപാടുകൾ പോലും സംരക്ഷിക്കാതെ, സ്വന്തം സഹയാത്രികരെ സംരക്ഷിക്കാതെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ASFലെ പെൺകുട്ടി അന്ന് നേരിട്ട അപമാനത്തിന് എന്തെങ്കിലും അതിനെതിരെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ നേതാവിനെതിരെ എന്തെങ്കിലും ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പരസ്യമായിട്ട് മാപ്പ് പറയാൻ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. SFI അത് കൃത്യമായിട്ട് അയാളെ സംരക്ഷിക്കുകയും CPM അയാളെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു തെറ്റ് തീർത്തണമെന്ന് ഇതുവരെ CPM-ൽ നിന്ന് ഒരു എന്താ പറയാ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ആർഷോയ്ക്കെതിരെ നിലപാട് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് വിഷയം. ഇത്രയും കാലം ഒരു വിധേയത്വത്തോടു കൂടി അല്ലെങ്കിൽ ഒരു അടിമത്തത്തോടു കൂടി മാത്രമാണ് CPM-ൽ നിന്നിട്ടുള്ളത്. സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കുമ്പോൾ ഒരു സംഘടനയായിട്ട്, ഒരു അഭിപ്രായം പോലും പറയാൻ കഴിയാത്ത സംഘടനയായിട്ട് മാറിപ്പോയത് എങ്ങനെയാണ് എന്ന് CPI ചിന്തിക്കണം. ഒരു കാലത്ത് കേരളത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നായിരുന്നു CPI എന്ന് പറയുന്ന ഒരു പാർട്ടി. ആ പാർട്ടി ഇന്ന് ഒന്നുമല്ലാത്ത രീതിയിൽ ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ മാറിയിട്ടുണ്ടെങ്കിൽ അത് അധികാരത്തിന്റെ തണലിലേറി CPM-ന്റെ തണലിൽ വളർന്നുകൊണ്ടാണ്. CPM എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിലേറുന്ന സമയത്ത്, മുഖ്യമന്ത്രിയായി മാറുന്ന സമയത്ത്, അല്ലെങ്കിൽ അധികാര വികേന്ദ്രങ്ങൾ നിയന്ത്രിക്കുന്ന സമയത്ത് ഒരു തണൽപരമായിട്ട് മാത്രം CPM-നെ കണ്ടതുകൊണ്ടാണ് CPI-ക്ക് വിഷയം വന്നത്. സ്വന്തം നട്ടലിൽ വളർന്നു വന്ന ഒരു സംഘടനയല്ലേ, സ്വന്തം നിലപാടിൽ വളർന്നു വന്നിട്ടൊരു സംഘടനയല്ലേ. ആ സംഘടന ഇന്നൊരു അടിമയായിട്ട്, CPM-ന്റെ ഒരു അടിമയായിട്ട് മാറി. അത് ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഇതിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരും ഇതിൻ്റെ ദേശീയ നേതൃത്വവും ഉണ്ടായിരുന്ന പല ആളുകളിലും ഒരു അടിമത്ത സ്വഭാവത്തോടു കൂടി, അല്ലെങ്കിൽ സംഘടനയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ധാരണ ഉണ്ടാകണം. പക്ഷെ ആ പരസ്പര ധാരണയ്ക്ക് പകരമായിട്ട് ഒരു അടിമത്തത്തിലേക്ക് പോകുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. ഇന്ന് ആ ചങ്ങല പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ് CPI എന്ന് പറയുന്ന സംഘടന. അതായത് ഇത്രയും നാളും ഒരു അടിമത്തത്തിന്റെ ചങ്ങലയായിരുന്നെങ്കിൽ ആ ചങ്ങല പൊട്ടിച്ച് മാറേണ്ടത് മാറിയേ തീരൂ എന്ന് പറയുന്ന നിലപാടിലേക്ക് വന്നിരിക്കുകയാണ് ബിനോയ് വിശ്വം. അത് മറ്റൊന്നും കൊണ്ടല്ല, അധികാരം കഴിഞ്ഞു. ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്താണ്. ഇപ്പോഴും തങ്ങൾക്കൊരു വിലയില്ല എന്ന് പറയുന്നൊരു നിങ്ങളെ ഞങ്ങൾ വെറും പുൽനാമ്പിന്റെ പോലെ പോലും കൊടുക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ. അതിനപ്പുറത്തേക്ക് വേസ്റ്റ് ആയിട്ട് കാണുകയാണ്. നിങ്ങളെ വെറുതെ കൊണ്ടുനടക്കുകയാണ്. നശിച്ചു പോകേണ്ട എന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുകയാണ്. ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങളവിടെ മിണ്ടാതിരി എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡാണ് CPM-ൽ ഇപ്പോഴും ഉള്ളത്. പക്ഷേ അത് പൊളിക്കാൻ ശ്രമിക്കുകയാണ്. ആ ചങ്ങല പൊട്ടിച്ച് CPI പുറത്തു വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം CPM-നെ സംബന്ധിച്ച് CPI ഒരു കടുത്ത നിലപാടെടുത്തു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഒന്നുമില്ല. ഈ പറയുന്ന അത്ര വലിയ ഇപ്പോൾ പുറത്ത് നമ്മൾ കാണുമ്പോൾ CPM എന്ന് പറയുന്നത് എന്തോ വലുതാണ്, ഇതിനകത്ത് ഒരുപാട് ആളുകളുണ്ട് എന്ന് പറയുമ്പോഴും എല്ലാ ആളുകൾക്കും ആ നിലപാടിൽ മാറ്റം വന്നതുകൊണ്ടാണ് ഇന്ന് 35 എന്ന് പറയുന്ന സീറ്റിലേക്ക് CPM ഒതുങ്ങിപ്പോയിട്ടുള്ളത്. കേരളത്തിൽ എടുത്തു വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും അംഗങ്ങളുള്ള പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CPM തന്നെയാണ്. നമുക്ക് മറ്റൊരു തർക്കവുമില്ല. ഏറ്റവും കൂടുതൽ അണികളുള്ളത്, സംഘടനാ സംവിധാനമുള്ളത്, സംഘടനാ ശേഷിയുള്ളത്. ഇന്നാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഒരു സമരത്തിന് ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പേരെ കൂട്ടി ഏത് തെരുവിലും സമരം നടത്താനുള്ള സംഘടനാ ശേഷി CPM-നുണ്ട്. പക്ഷേ ആ 100 പേരിൽ ഇന്നും അടിമച്ചങ്ങലയോടെ നിൽക്കുന്ന കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം സ്വന്തം നിലപാടിലേക്ക് മാറിയിട്ടുണ്ട്. ആ മാറ്റമാണ് ഇന്ന് 35ലേക്ക് CPM-നെ എത്തിച്ചിട്ടുള്ളത്. ഇനിയും CPM തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ പാർട്ടി ഇതോടെ അവസാനിക്കും.